വെൽക്കം ബാക്ക്. പോലീസ് തുടരുന്നു. വയനാട് പുൽപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൽ ഷരീഫിന് അന്വേഷണ ചുമതല. സംഭവത്തിലെ പോലീസ് വീഴ്ചയും അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. രഹസ്യവിവരം കിട്ടി നിമിഷങ്ങൾക്കകം കോൺഗ്രസ് നേതാവ് തങ്കച്ചനെ പിടിച്ചു അകത്തിട്ട അതേ പോലീസ് തന്നെയായിരുന്നു ഇതുവരെ ഗൂഢാലോചനയും പോലീസ് വീഴ്ചയും അന്വേഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അന്വേഷണ ചുമതല സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൽ ഷരീഫിന് നൽകിയിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി. തന്നെ കുടുക്കിയത് 6 പേരാണെന്ന് ചൂണ്ടിക്കാട്ടി DCC നേതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് പേര് സഹിതം തങ്കച്ചൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്മേലാണ് ഗൂഢാലോചന നടത്തിയവർക്കായി പോലീസ് അന്വേഷിക്കുന്നത്. അതിവേഗത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ആരോപണ വിധേയരെ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. തിടുക്കപ്പെട്ട് തങ്കച്ചനെ അറസ്റ്റ് ചെയ്ത പോലീസ് വീഴ്ചയിലും അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. രഹസ്യവിവരം ലഭിച്ചതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ തൊണ്ടിയും പൊക്കിപ്പിടിച്ച് തങ്കച്ചനെ റിമാൻഡ് ചെയ്തതിൽ പോലീസിനെതിരെയും നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. കഴിഞ്ഞ മാസം 22-നാണ് പെരിക്കല്ലൂരിലെ തങ്കച്ചന്റെ വീട്ടിൽ കാർപോർച്ചിൽ നിന്ന് കർണാടക മദ്യവും തോട്ടയും കണ്ടെത്തിയത്. മഫ്തിയിലെത്തിയ പോലീസ് ഇത് കണ്ടെടുത്തപ്പോഴാണ് തങ്കച്ചൻ തന്നെ ഇത് കാണുന്നത്. താനല്ല ഇവ സൂക്ഷിച്ചു വെച്ചതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പോലീസ് ചെവികൊണ്ടില്ല, പിടിച്ചകത്തിട്ടു. ഒടുവിൽ കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതിയെ പിടിച്ചതോടെയാണ് നിരപരാധിയായ തങ്കച്ചൻ 17 ദിവസത്തിനു ശേഷം ജയിൽ മോചിതനായത്. 24 വയനാട്.